കുറേ നാളായി ഒരു വാട്ട 18 ഡേ ചെയ്തിട്ട്. അപ്പോൾ നീണ്ട ഒരു വാട്ട 18 ഡേ ചെയ്താലോ എന്ന് കരുതി. രാവിലെ തന്നെ പഴങ്കഞ്ഞിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പഴങ്കഞ്ഞി പിന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഭയങ്കര നല്ലതാണല്ലോ. റൈസ് ഒരുപാട് എടുത്താൽ അത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലത്, വയറ് ചാടും. അതുകൊണ്ട് റൈസ് തീരെ കുറവും, വെള്ളം കൂടുതലും എടുക്കുക, കറി ഐറ്റംസും കൂടുതൽ എടുക്കുക. ഉച്ചയായപ്പോഴത്തേക്കും ചോറും തലേന്നത്തെ വരാൽ കറി വെച്ചതും ഫ്രൈ ചെയ്തതും ക്യാരറ്റ് തോരനും പപ്പടമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമുള്ള തോരനാണ് ക്യാരറ്റും ബീട്രൂട്ടിൻ്റെയും തോരൻ. ഓരോ വീട്ടുകളിലും ഓരോരോ സ്പെഷ്യൽ തോരൻ കാണും. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ക്യാരറ്റ് തോരനാണ്, അല്ലെങ്കിൽ ബീട്രൂട്ട് കാണും. എന്തായാലും ഇത് രണ്ടിൽ ഏതെങ്കിലും കാണാതിരിക്കത്തില്ല. അത് കൂട്ടിയിട്ട് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഒറ്റയ്ക്കിരിക്കുന്ന കഴിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. ചിലർക്ക് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നവർ ഇഷ്ടമുള്ളവർ കാണും. പക്ഷേ എനിക്കെന്തോ ഒരുപാട് പേരിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് കഴിക്കുന്നതാണ് ഇഷ്ടം. വൈകുന്നേരം ആയപ്പോഴത്തേക്കും പല്ലിൽ ക്ലിപ്പ് മുറുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാനൊരു കടയിൽ കയറിയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. മസാല ചായയായിരുന്നു. അത് ചായ നല്ലതായിരുന്നു. പക്ഷേ അവിടുന്ന് ഒരു റോള് ഞാൻ വാങ്ങിച്ചിട്ട് വന്നു. 5 പൈസയ്ക്ക് കൊള്ളത്തില്ല. അതുപോലെ തന്നെ ഫ്രൈസ് ലോഡഡും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് 10 പൈസയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു, ഒട്ടും കൊള്ളില്ലായിരുന്നു. അതിനുശേഷം അതിൻ്റെ വിഷമം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയാണ് ആദ്യമേ ട്രൈ ചെയ്തത്. അവസാനം വന്നപ്പോഴത്തേക്കും റോസ്റ്റായി. ചിക്കൻ്റെ എന്ത് ഐറ്റം ഞാൻ ഉണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ വീട്ടിലുള്ളവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയൊന്നും ഞാൻ ഉണ്ടാക്കുന്നത് അത്ര കൊള്ളില്ലെങ്കിലും ചിക്കനിൻ്റെ ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ എനിക്കും ഇഷ്ടമാണ്, വീട്ടിലും